ഹായ് മച്ചന്മാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലെങ്ങും കൊറോണ പരന്ന് പിടിക്കുന്നുണ്ട്. നമുക്ക് പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ പോവുക, കാണിക്കുക എന്നൊരു ഉദ്ദേശത്തോടാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. ഇത് കഴിഞ്ഞ ലോക്ക്ഡൗണിന് വെച്ച വാഴകളാണ് ഈ കാണുന്നത് മൊത്തം. പക്ഷെ ഇതിനൊക്കെ ഇനി വില കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം ലോക്ക്ഡൗണും കാര്യങ്ങളും കൊറോണയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ഉള്ള സാധനത്തിനൊന്നും ഒരു വിലയില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനാണെങ്കിൽ കൊടുക്കത്ത വിലയും. നേന്ത്രക്കൊല, ഇതാണ് കാപ്പീൻ്റെ ചെടി, കാപ്പിച്ചെടി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി നടുന്ന ഇങ്ങനെയാണ്. ഇഞ്ചി 2 ദിവസം മുമ്പ് നട്ടതാണിത്. ഇങ്ങനെയാണ് ഒരു ശവട്ട് മൂടിയ പോലെയാണ് ഇഞ്ചിയൊക്കെ നട്ടിട്ട് സെറ്റാക്കുന്നത്. ഇതാണ് മറ്റന്മാരെ കാപ്പിത്തൈ, ചെറിയ കാപ്പിത്തൈയാണിത്. ഇതാണ് മച്ചന്മാരെ ചെതൽപ്പുറ്റ്. നമുക്ക് പൊട്ടിച്ച് നോക്കാം. അല്ല, ചെതൽപ്പുറ്റാണിത്. ഇതുള്ളൊന്നും ചെതലൊന്നും കാണാനില്ല. കൊറോണ വന്നിട്ടല്ല, ഓടിപ്പോയി തോന്നുന്നു. 1-2 ചെതലൊക്കെ ഉണ്ട്. ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഈ കാണുന്നതാണ് ചേമ്പ്. എല്ലാവർക്കും അറിയില്ല ചേമ്പ്. ഇതെന്ന് വെച്ചാൽ ഈ സമയത്താണ് ഇത് നടേണ്ടത്, ഈ വേനൽ മഴ കിട്ടിക്കഴിഞ്ഞുള്ള സമയത്ത്. എന്നിട്ട് മകരം കുംഭം സമയത്ത് ഇത് നമുക്ക് വിളവെടുക്കാവുന്ന സാധനമാണിത്. കഴിഞ്ഞ കാറ്റത്തൊടിഞ്ഞു വീണ വാഴയാണത്. ഇതിലൊക്കെ ചേമ്പ് നട്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം എവിടെ നോക്കിയാലും നേന്ത്രേൻ്റെ വാഴ മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാപ്പിത്തൈ, ഇടയ്ക്കിടയ്ക്കല്ല, കാപ്പിത്തൈ അത്യാവശ്യം വിടവ് തന്നെ അവർ വെച്ചിട്ടുണ്ട്. വീട്ടിൻ്റെ അടുത്തൊക്കെ കൊറോണ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്.
കാരണം വീഡിയോൻ്റെ റീൽസ് നമുക്ക് കുറയരുതല്ലോ. ഇതാണ് മച്ചാന്മാരെ ഇവിടുത്തെ തോട് ഞങ്ങളുടെ അടുത്തുള്ള. ഇടയ്ക്ക് എൻ്റെ മൈൻഡ് ടെൻഷനാകുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് വെറുതെ ഇരിക്കാറുള്ള സ്ഥലമാണിത്. ഇപ്പോൾ ഈ തോട്ടിൽ വെള്ളമൊക്കെ വറ്റി. ഞങ്ങളുടെ അടുത്തുള്ള എവിടെ നോക്കിയാലും ഇതേപോലത്തെ വാഴകളായിരിക്കും ചുറ്റും. വാഴയും കാപ്പിയും കുരുമുളകൊക്കെ ആയിരിക്കും ചുറ്റും. ഈ തോട്ടിലൊക്കെ പണ്ട് ഇഷ്ടം പോലെ മീൻ പിടിച്ച സ്ഥലമായിരുന്നു. ഇപ്പം മീനും ഇല്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ ചൂണ്ട തന്നെ വന്നിട്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് മൈൻഡ് മൊത്തം ഭയങ്കര പ്രശ്നമാണ്. ഈ കാണുന്നതാണ് മുള. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചൂണ്ടയൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് പുതിയതായിട്ടാകെ കുഴിച്ച കുളമാണിത്. ഇതെന്തിനാണ്, മീൻ വളർത്താനൊക്കെ ആയിരിക്കും ഇത് കുഴിച്ചത്. എന്തായാലും കുളം കുഴിച്ച് നന്നായി. ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ വന്ന് കുളിക്കാമല്ലോ ഇവിടെ. എന്തായാലും നല്ല കുളം. ഈ കാട്ടിലൂടെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, കൊറോണ വരുന്നുള്ള പേടിയും വേണ്ടല്ലോ. ഇത് കണ്ടോ എല്ലാവരും, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പിക്ക് വളമിടാൻ വേണ്ടിയിട്ട് ചോട് തുറക്കുകയാണത്. ഇതെന്താക്കും, വളം ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കും. ഇത് കണ്ടോ മച്ചന്മാരെ, ഇങ്ങനെയാണ് തോട്ടത്ത് വെള്ളം ഇതേപോലെ കെട്ടി നിന്നിട്ട് എന്താവും, കൊതുക് മുട്ടയിട്ട് നമുക്ക് തന്നെ പണി വരും. എന്താ, വെള്ളം അങ്ങനെ ഐസായിട്ട് എടുത്ത് കളഞ്ഞിട്ട് മടക്കി അങ്ങ് വെച്ചേക്കാം. ആ കൊതുകിൻ്റെ കുന്തളിപ്പങ്ങ് മാറിക്കിട്ടും. ആകാശം നല്ല ഇരുട്ട് കെട്ടി നിൽപ്പുണ്ട്. ഏത് സമയം വേണമെങ്കിൽ മഴ പെയ്യാം. അതുകൊണ്ട് ഇവിടെ അധികം നേരം നിൽക്കുന്ന അത്രയ്ക്ക് സേഫ് അല്ല. ഇത് നമുക്ക് നൈസായിട്ട് നമുക്ക് വീട്ടിലേക്ക് വെച്ച് പിടിക്കാം. നൈസായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇവിടെ എവിടെ നോക്കിയാൽ ഇതേപോലെ വാഴയായിരിക്കും മൊത്തം.
ഒരു ക്ഷാമം വന്നു കഴിഞ്ഞാലും വാഴക്കൊല നിന്നിട്ട് തന്നെയാണ് ജീവിക്കുക. അതെ, വീണ്ടും കൊതുക് കൊന്തളിക്കുന്ന സ്ഥലം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടാവില്ല എന്നറിയാം അച്ഛന്മാർ. അതുവഴി ഒരു മയില് പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുവഴി ആ തോട്ടത്തോടെ ഒരു മയില് കയറി പോകുന്നുണ്ട്, പക്ഷെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിഞ്ഞുകൂടാ. ഓഹ്, എന്താ അതിൻ്റെ പീലി നോക്കിയാൽ. വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും അതൊരു കിടു സംഭവമായിപ്പോയി. നിങ്ങൾക്കത് കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമാവില്ല എന്തായാലും അറിയാം, എന്നാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയതായി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.